വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. തിരുവനന്തപുരത്തെ വലിയ ആശുപത്രിയാണ് ശ്രീചിത്ര ആശുപത്രി എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ആശുപത്രിയാണ്. ആ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സാ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും 5 ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇന്നലെയും 5 ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചു. അവിടുത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ശസ്ത്രക്രിയകൾക്ക് വേണ്ട ഉപകരണങ്ങൾ ലഭിക്കുന്നില്ല എന്നതാണ്. വിദേശ ഉപകരണങ്ങളാണ് ശസ്ത്രക്രിയകൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ലഭിക്കുന്നില്ല എന്നതാണ് പ്രതിസന്ധി. അതിൻ്റെ പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ജം പോർട്ടലുണ്ട്. ആ പോർട്ടൽ വഴി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉപകരണങ്ങൾ മാത്രമേ ആശുപത്രിയിൽ ഉപയോഗിക്കാവൂ എന്നൊരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. കാരണം ഈ ചികിത്സയ്ക്ക് ഇവിടെ ഈ ഇൻ്റർവെൻഷണൽ റേഡിയോളജി സെൻറ്റർ അവിടെയുള്ള ശസ്ത്രക്രിയകൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം വിദേശ നിർമ്മിതമാണ്. അപ്പോൾ അതാണ് പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നലെ ചർച്ചകളൊക്കെ നടന്നിരുന്നു. പക്ഷേ ഇപ്പോഴും പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു എന്നതാണ് വസ്തുത. വിവരങ്ങളുമായി കമലേഷ് നമ്മളോടൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. നോക്കാം, എന്തെങ്കിലും തരത്തിൽ ഈ പ്രതിസന്ധി മറികടക്കാൻ സാധ്യതയുണ്ടോ? ഉടനെങ്ങാനും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്ന് നോക്കാം. കമലേഷ്, വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ശ്രീചിത്ര ആശുപത്രിയിൽ നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീചിത്ര ആശുപത്രി തിരുവനന്തപുരം എന്നൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ സ്വാഭാവികമായും വിചാരിക്കുക ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ആശുപത്രി ആയിരിക്കും എന്നതാണ്. അവിടെയാണ് അതിൻ്റെ മറ്റൊരു പ്രശ്നം. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ആശുപത്രിയല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ആശുപത്രിയാണ്. എന്താണ് ഇവിടുത്തെ പ്രതിസന്ധി? ഇന്നലത്തെ യോഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മനു, തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരത്തുള്ളത്. ഏതായാലും ശ്രീചിത്ര ആശുപത്രി എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് മികച്ച ചികിത്സ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാനത്തെ ഒരു ആശുപത്രി തന്നെയാണ്. അവിടെയാണ് ഗുരുതരമായ ഈ ചികിത്സാ പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുള്ളത്. ഇതിൽ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശസ്ത്രക്രിയയ്ക്ക് ഉൾപ്പെടെ ഉപയോഗിക്കേണ്ട ഉപകരണങ്ങളില്ലാത്തതാണ് നിലവിലെ പ്രതിസന്ധി. പലതരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പല ശസ്ത്രക്രിയകളും മാറ്റിവെക്കുന്ന സാഹചര്യം. ഇന്ന് മാത്രം 5 ശസ്ത്രക്രിയകളാണ് ശ്രീചിത്രയിൽ മാറ്റിവെച്ചിട്ടുള്ളത്. ഇന്നലെയും നാളെയും ഇന്നലെ 5 ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചു, ഇന്ന് 5 ശസ്ത്രക്രിയ മാറ്റിവെച്ചു, നാളെയും ഷെഡ്യൂൾ ചെയ്തിരുന്ന 5 ശസ്ത്രക്രിയകൾ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഈ 3 ദിവസങ്ങൾ, ഞാനിപ്പോൾ പറഞ്ഞ 3 ദിവസങ്ങളിലായി ആകെ 15 ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ അവിടെ ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുരുതരമായൊരു വിഷയം. അതോടൊപ്പം തന്നെ ഈ മാറ്റിവെക്കപ്പെട്ടു എങ്കിൽ പോലും ഇത് എപ്പോൾ, അതായത് ഇത് പുതുക്കിയ തീയതി എന്നാണ്, ഈ ശസ്ത്രക്രിയക്കുള്ള തീയതി എന്നാണ് എന്ന് രോഗികൾക്ക് കൃത്യമായി നൽകിയിട്ടുമില്ല. അതായത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു എന്ന് പറയാൻ പോലും കഴിയാത്ത നിലയിലേക്ക് അനന്തമായ ഒരു പ്രശ്നമായി ഇത് നിൽക്കുകയാണ്. എപ്പോൾ ശസ്ത്രക്രിയ നടത്താനാകുമെന്ന് മനസ്സിലാകാതെ ആകെ കുഴങ്ങുന്ന നിലയിലാണ് രോഗികളുമുള്ളത്. അത് ഏറ്റവും സാധാരണക്കാരായ ആളുകളാണ്. മറ്റ് ആശുപത്രികളിലൊക്കെ പോകാൻ, അതായത് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലൊക്കെ പോകാൻ സാധ്യതയില്ലാത്ത, സാഹചര്യമില്ലാത്ത ആളുകളും അവിടെ എത്തുന്നുണ്ട്. ആ നിലയിൽ ഗുരുതരമായ പ്രതിസന്ധി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾ അങ്ങോട്ടേക്ക് ഉണ്ടാകുന്നത്. യുവജന സംഘടനകളൊക്കെ വലിയ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ വിദേശ ഉപകരണങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഫ്രാൻസിലെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഉപകരണങ്ങൾ നിലവിൽ അവിടെ ഉള്ളത്. എനിക്ക് തോന്നുന്നത് ഇന്നലെ ചില ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ 2022 വരെയാണ് ഈ ഫ്രാൻസുമായുള്ള കമ്പനിയുമായി അവിടെ ഒരു കരാർ ഉണ്ടായിരുന്നത്. അതിൽ കുറച്ച് കാലത്തേക്ക്, അതായത് ഒരു ടെസ്റ്റ് എന്നുള്ള നിലയിലാണ് ഈ ഉപകരണങ്ങൾ അവിടെ നൽകുക. അത് കഴിഞ്ഞാൽ പിന്നീട് അവർ ആ സപ്ലൈ അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. പക്ഷേ ആ സപ്ലൈ അവസാനിപ്പിച്ച് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടും അത് പുതുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതിന് പലതരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഈ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്. ഇതിൻ്റെ തുകയുമായി ബന്ധപ്പെട്ട വലിയ തർക്കം നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ടെൻഡർ വിളിച്ചപ്പോൾ പോലും 23 കമ്പനികൾ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ തുകയുമായി ബന്ധപ്പെട്ട് വലിയ ഒരു തർക്കം നിലനിൽക്കുന്ന സാഹചര്യമാണ്. അത് ഒത്തുപോകാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ ടെൻഡർ പുതുക്കാത്ത, ഉപകരണങ്ങൾ എത്തിക്കുന്നതിനുള്ള ടെൻഡർ പുതുക്കാത്തതാണ് നിലവിൽ ശ്രീചിത്രയിലെ വലിയ പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ളത്. ഇത് കേന്ദ്ര സർക്കാർ ഇടപെട്ട് SBIയുമായിട്ടാണ്, അതായത് SBIയിലേക്കാണ് ഈ തുക കേന്ദ്ര സർക്കാർ അടക്കേണ്ടത്. SBIയുമായാണ് ഈ വിദേശ കമ്പനിക്ക് ഒരു നേരിട്ടുള്ള ഒരു ഇടപാട് ഉണ്ടാവുക. ആ നിലയിലാണ് കാര്യങ്ങൾ. പക്ഷേ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക്, ഇത് പരിഹരിക്കാൻ ആവശ്യമായ ഒരു ഇടപെടലിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി MP അടക്കമുള്ള ആളുകൾ അവിടെ എത്തി പലതരത്തിലുള്ള ഉറപ്പുകൾ നൽകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇന്നും നാളെയും ഒക്കെ തന്നെ ഈ നിലയിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് ഉള്ളത്. ഈ ശസ്ത്രക്രിയകൾ മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ട്.
കഴിഞ്ഞ ദിവസം DYFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ വലിയ പ്രതിഷേധ മാർച്ച് ഈ ആശുപത്രിയുടെ ഡയറക്ടറുടെ ഓഫീസിലേക്ക് നടത്തുകയുണ്ടായി. അവിടെ ഡെപ്യൂട്ടി ഡയറക്ടറുമായി അവർ സംസാരിക്കുകയും അവർ എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കാമെന്നുള്ളത് എഴുതി നൽകണം ആവശ്യമായിരുന്നു. പക്ഷേ എഴുതി നൽകാൻ അവർ തയ്യാറായില്ല. ആ നിലയിൽ ഒരു ഒളിച്ചുകളി ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഡയറക്ടർമാരുടെ ഭാഗത്തു നിന്നും ഡെപ്യൂട്ടി ഡയറക്ടർ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. അതോടൊപ്പം റഹീം MP നേരത്തെ തന്നെ വളരെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങൾ ഇവിടെ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കുന്നതിന് മറ്റ് സ്റ്റാഫുകളെ നിയമിക്കുന്നതിന് വേണ്ടിയൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു. പക്ഷേ അതിലൊന്നും ഒരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ റഹീം MP പറഞ്ഞത് ഈ ശ്രീചിത്ര ആശുപത്രിക്ക് കേന്ദ്ര സർക്കാർ ദയാവധം വിധിച്ചിരിക്കുകയാണ്, പലതരത്തിൽ ഈ ആശുപത്രിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന വലിയ വിമർശനമാണ് റഹീം MPയും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ആ നിലയിൽ തന്നെയാണ് കാര്യം. ഈ വിഷയത്തിൽ ഏറ്റവും പെട്ടെന്ന് ഇടപെടേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ്. എന്നാൽ ആ തരത്തിലുള്ള ഒരു ഇടപെടൽ, ഒരു ശ്രദ്ധ, ഒരു പരിഗണന ശ്രീചിത്രയ്ക്ക് നൽകുന്നില്ല എന്ന ആക്ഷേപമാണ് പൊതുവെ ഉയരുന്നത്. അതിനാൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ രോഗികളെല്ലാം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഉടലെടുത്തിട്ടുള്ളത്. മനു, ശരി, വിവരങ്ങളാണ് കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. ഏതായാലും ശ്രീചിത്ര ആശുപത്രിയിലെ വലിയ പ്രതിസന്ധി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അത് പരിഹരിക്കാൻ ഇടപെടേണ്ട കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വലിയ ആക്ഷേപം, വിമർശനം എന്ന് പറയുന്നത്. വിവരങ്ങളാണ് കമലേഷ് നൽകിയത്.